റാപ്പ് സോങ്ങും മറ്റും മ്യൂസിക് പരിപാടികളുമായി നടക്കുന്ന ആസിഫ് മരിയ എന്ന പെൺകുട്ടിയെ ഒരു കല്യാണത്തിന് വെച്ച് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് അവൻ അവൾ ആരാണെന്നും എവിടെ വീടെന്നൊക്കെ അന്വേഷിച്ചു പോകുന്നു. അന്നേ ദിവസം കല്യാണ പരിപാടിയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആസിഫിനെ മരിയയും നോട്ടമിട്ടിരുന്നു. അങ്ങനെ അവർ തമ്മിൽ കാണുകയും പരിചയപ്പെടുകയും പതിയെ ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം അവർ പാർക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് പയ്യന്മാർ മരിയയെ മോശമായി നോക്കുന്നു. ഇത് കാണുന്ന ആസിഫ് അവരോട് ചൂടാവുകയും പിന്നീട് ആ ചൂടാവൽ പോലീസ് സ്റ്റേഷനിൽ തണുപ്പിക്കാനായി എത്തുകയും ചെയ്യുന്നുണ്ട്. ആസിഫ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിന്റെ കയ്യിൽ ബോംബുണ്ടോ എന്നൊക്കെ ചോദിച്ച് പോലീസുകാരൻ അവനോട് ചൂടാവുന്നു. തന്റെ പേര് ഇവർക്കൊരു വിഷയമാണെന്ന് മനസ്സിലാക്കിയ ആസിഫ് ആകട്ടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരാളെ വിലയിരുത്തുന്നതിനെ കുറിച്ച് ഒരു പാട്ട് എഴുതുന്നു. ആ പാട്ട് മൊത്തത്തിൽ വൈറലാവുന്നുണ്ട്. പിന്നീട് മരിയ ലീവിന് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ അച്ഛൻ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അവളുടെ അച്ഛനെ കാണുമ്പോഴാണ് പണ്ട് മരിയയും ആസിഫും ഒന്നിച്ച് പഠിച്ചിട്ടുള്ളവരായിരുന്നു എന്ന് അവൻ ഓർക്കുന്നത്. ചെറുപ്പത്തിൽ അവൻ മരിയോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ അവളുടെ അച്ഛനെ കണ്ടപ്പോഴാണ് അതേ ആളാണ് മരിയ എന്ന് അവന് മനസ്സിലാവുന്നത്. അവൾ നാട്ടിൽ നിന്ന് തിരികെ വരുമ്പോൾ ചെറുപ്പത്തിൽ ഇവരുടെ ഫോട്ടോ കാണിച്ച് പ്രപ്പോസ് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്ന ആസിഫിനോട് കല്യാണം ഉറപ്പിച്ചെന്ന വാർത്തയുമായാണ് മരിയ വരുന്നത്. അതോടെ ആകെ സങ്കടത്തിലായ ആസിഫിനെ എല്ലാവരും നിർബന്ധിച്ച് അവളുടെ കല്യാണത്തിന് കൊണ്ടുപോകുന്നു. കല്യാണ തലേന്ന് അവളുടെ അടുത്ത് ചെന്ന് ആ ഫോട്ടോയും കൊടുത്ത് തന്റെ ഇഷ്ടം പറയുന്നതോടെ മരിയ അവന്റെ കൂടെ ഇറങ്ങി വരുന്നു. ഇവരുടെ മതം എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു. മതം മാറാതെ വീട്ടിൽ കയറ്റില്ലെന്ന് ആസിഫിന്റെ അച്ഛനും പറയുന്നുണ്ട്. എന്നിരുന്നാലും ആസിഫ് അവളെ ഒന്നിനും നിർബന്ധിച്ചില്ല. അവസാനം മതം മാറാമെന്ന് മരിയ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് സാധിച്ചില്ല. ലവ് ജിഹാദ് ആണെന്നും പറഞ്ഞ് ആസിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മരിയയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കോടതിയിൽ വെച്ച് തന്റെ ഇഷ്ടപ്രകാരമാണ് മതം മാറാൻ തയ്യാറായതെന്ന് മരിയ പറയുന്നുണ്ട്. എന്നാൽ തിരികെ ആസിഫിന്റെ കൂടെ പോകണ്ട, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് ആസിഫ് ആകെ ഞെട്ടുന്നുണ്ട്. തിരികെ വീട്ടിൽ വന്ന് അവളെ വീണ്ടും പഴയ ചെക്കനുമായി കല്യാണം നടത്താൻ തീരുമാനിക്കുന്നു. പള്ളിയിൽ കല്യാണത്തിന് റെഡിയായി നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ആസിഫ് എത്തുന്നുണ്ട്. ആസിഫിന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും തീവ്രവാദ സംഘടനത്തിൽ നിനക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞ് നിന്നെ പോലീസ് ജയിലിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കോടതിയിൽ അങ്ങനെ പറഞ്ഞതെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവരുടെ സ്നേഹം അവരുടെ വീട്ടുകാരെല്ലാം മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് മരിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ വിളിക്കുന്നത്. താൻ കല്യാണത്തിന് വരില്ലെന്നും തന്നെ ഒരിക്കലും ഇങ്ങനെ പള്ളി വരെ ഒരുക്കി നിർത്തിയതാണ്, ഇത് തന്റെ റിവഞ്ച് ആണെന്നൊക്കെ മാസ് ഡയലോഗ് പറഞ്ഞ് അയാൾ ഫോൺ വെക്കുന്നു. എന്നാൽ ഈ റിവഞ്ച് മരിയയ്ക്കും ആസിഫിനും അവരുടെ രണ്ട് കുടുംബങ്ങൾക്കും ഇഷ്ടമായതോടെ മതത്തിന്റെ അതിർവരമ്പുകളില്ലാതെ അവർ ഒന്നാവുന്നു.